എന്താ ചന്നല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിന്നമുട്ട ഗ്രേവി. ഇത് നമ്മുടെ കോഴിക്കോട് കടകളിലൊക്കെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം അല്ലേ. ചിന്നമുട്ട, എഗ്ഗ് വോക്ക് എന്ന് പറയും. മുട്ട ഉണ്ടാകണതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു സാധനം അല്ലേ. നമ്മൾ കോഴിക്ക് അകത്തേ ഉണ്ടാകുന്ന സാധനമാണ്. കോഴി ലഗോൺ കോഴിക്കകത്താണ് കൂടുതലായിട്ട് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വൃത്തിയെ കഴുകെടുത്തില്ല, നല്ല അടിപൊളി ഗ്രേവി ആക്കി എടുക്കാം അതിനെ. ചിന്നമുട്ട ഗ്രേവി പതുക്കെട്ടാ പൊട്ടിക്കുക. അടിപൊളി. ഇത് പതുക്കെ കഴുകിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ രതീഷേ. എന്താ സാധനം എന്തല്ലേ, നല്ല വൃത്തിയായിട്ടാ. കോഴി സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇത്രയും വൃത്തിയാണെന്നുള്ളത് അല്ലേ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് പച്ചമുളക് ഇട്ടു അല്ലേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കുറച്ച് മുളക് പൊടി അല്ലേ. ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടു അല്ലേ. കുറച്ച് വെള്ളം ഒഴിക്കല്ലേ. ഗ്രേവി പോരാ. കുറച്ച് ഉപ്പ് പാകത്തിന് അല്ലേ. അതെ. പതുക്കെ 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 റോക്കറ്റ് വേണം പോകണം. ഒരല്പം കുരുമുളക് അല്ലേ. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ സാധനം. മതി. കുറച്ച് കറിവേപ്പില അല്ലേ. കറിവേപ്പിലയാണ് ഇത് കറി. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. അപ്പം അങ്ങനെ കഴിച്ചു കൊടുക്കാം അല്ലേ. ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പം പറയാം. വാവ്, അടിപൊളി അടിപൊളി സംഭവം. ഇതൊന്നും കറിയില്ലല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ കോഴിക്കോടാണല്ലോ അല്ലേ. അത് റമീസ് കേട്ടോ. റമീസാണ് ചിന്നമുട്ട നമുക്ക് കോഴിക്കോട് റെഡി ചെയ്തത്. സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നപ്പോൾ ഓടി വന്നു. ഒരു രക്ഷയില്ലട്ടത് അല്ലേ. ഭയങ്കര ടേസ്റ്റ്. ആ
ഇനി പൂവും കുറച്ച് ചിന്നമുട്ട മേടിച്ചിട്ട് പോകാം. ഇത് മുട്ടയുടെ രുചിയല്ല കേട്ടാ അല്ലേ? നമ്മളെ വേറെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. മുട്ടയല്ല ശരിക്കും. ഇന്ന് കുഞ്ചിന്റെ ടേസ്റ്റും അല്ല, കണ്ട കുഞ്ചു പോലെ തോന്നുന്നു. മസാല അടിപൊളിയായിട്ടുണ്ട്. ഗ്രേവി കോഴിക്കോട് എവിടെ ഇങ്ങനെ ഈ ഒരു ടേസ്റ്റ് കിട്ടും? കിട്ടൂല. നമ്മള് കോഴിക്കോട്ടാരം. കോഴിക്കോട് ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് നമ്മൾ കൈപ്പുണ്യാണ്. പിന്നെ വേറെ നമ്മളൊന്നും ചേർക്കില്ലല്ലോ. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുള്ളൂ. അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. ശരിക്കും 10 കിലോ പൊറോട്ടയൊക്കെ കിട്ടും അല്ലേ? ഇത് എന്തൊക്കെ മേശോ ഈ ചെറിയ മുട്ടന്റെ മാലല്ലേ, അത് ഭയങ്കര ഇതണ്ട. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്ര തോന ആദ്യമായിട്ടാണ്. അല്ല, ഇത്ര പ്രതീക്ഷിച്ചില്ല. അത് നമ്മോട് കിട്ടില്ല. നമ്മൾ എപ്പോഴേലൊക്കെ ഈ നാടൻ കോഴിന്റെ ഉള്ളിൽ ചെറിയ 1-2 മുട്ടൊക്കെ അത് ഉമ്മ ഉണ്ടാക്കി തരും ചെറുപ്പത്തിൽ, കുട്ടിക്കാലത്ത്. ഇപ്പൊ ഇതില്ലല്ലോ. മറ്റേ ബ്രോയിലർ കോഴി ഇത് ലഗോൺ കോഴിയുടെ മുട്ട. ആ, ഈ ലഗൂൺ കോഴിന്റെ ഇതുകൊണ്ടാണ് ഇത്ര കിട്ടണത് അല്ലേ? അത് ഇങ്ങനെ പരിപാടിക്കൊക്കെ ആൾക്കും. പിന്നെ ഇവിടെ കടകളിൽ കിട്ടും ഇവിടെ ഈ സാധനമേ. ശരിക്കും മഞ്ഞക്കാര് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, ഉള്ളില് വെള്ളയായിട്ടില്ല. കുഞ്ചി പോലെ തന്നെ അല്ലേ? സംഭവം കിട്ടുകയാണെങ്കിൽ വാങ്ങി വീട്ടിലുണ്ടായിരുന്നു. അടിപൊളി സാധനമാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. വലിയ പണിയുമില്ല. അതെ, ഇത് വെന്തപ്പോൾ നല്ല അടിപൊളി ടൈറ്റ് ആയില്ലേ? നമ്മൾ പൊട്ടുന്നില്ലേ ഫസ്റ്റ്? അച്ചാറും കൂട്ടി സംഗതി ഒരു രക്ഷയില്ലാട്ടാ. മസാല അടിപൊളി. അതെ, ഇനി നമ്മുടെ കുറച്ച് സാധനമുണ്ട്. നമുക്ക് എന്താ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ സംഗതി ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തി. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിച്ചാൽ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലിൽ കൂടി തന്നെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.